നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുള്ള മെസ്സേജ് എന്താണ്, ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. നന്നായിട്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക, നെഗറ്റിവിറ്റീസിനെയൊക്കെ റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സമയം കേൾക്കേണ്ടതായിട്ടുള്ളത് എന്ന് നോക്കാം. എന്താണ് ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്? നിങ്ങളുടെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? ലെറ്റ്സ് സീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് ഇവർ ഈ ഒരു ടൈമിൽ കേൾക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദേശം? ഓക്കെ, താങ്ക് യു. ഫുൾ ഇന്നോസെൻസ്. ഐ തിങ്ക് നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഐസൊലേഷൻ ഫേസിലൂടെ ആയിരിക്കാം ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു എനർജീസ് ആണ് എനിക്ക് നിങ്ങളിലൂടെ കാണുന്നത്. വളരെ ഐസൊലേഷൻ ഫേസിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു വിഡ്ഢിത്തരം കൊണ്ടായിക്കോട്ടെ, നിങ്ങൾ കറൻ്റ്ലി നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപകടത്തിലേക്കായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. കാരണം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നിങ്ങൾ വളരെ ഇന്നോസെൻ്റ് ആണ് എന്നറിയാം. നിങ്ങളെ ഈസിലി ആർക്ക് വേണമെങ്കിലും വിഡ്ഢിയാക്കാൻ പറ്റും, നിങ്ങളെ ഈസിലി ആർക്ക് വേണമെങ്കിലും ചീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളൊരു വെറും പഞ്ചപാവമാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇന്നസെൻസ് അത് മാക്സിമം ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. ബിക്കോസ് അതാണ് ഇവിടെ ഫൂളിൻ്റെ കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഏതോ ഒരു മൊമെൻറ്റ്സിൽ നിങ്ങളുടെ ഒരു ഇന്നസെൻസിൽ എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നസെൻസ് കൊണ്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാകാം. അത് നിങ്ങൾക്ക് വളരെ ടോക്സിക് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു ടൈമിൽ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റോങ് ആയിട്ടുള്ളൊരു പാത്തിലേക്കാണ്. നിങ്ങളുടെ ഡിസിഷൻസ്, നിങ്ങളുടെ ഇന്നസെൻസ് നിങ്ങളെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ഫൂളിൻ്റെ കാർഡാണ്. ഈ ഫൂള് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ബട്ട് സ്റ്റിൽ ഫൂൾ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നല്ലതാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് ചൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ലതാണെന്ന് കരുതിക്കൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ദുഃഖത്തിനുള്ളൊരു കാരണമായി മുന്നോട്ടേക്ക് തീരും എന്നുള്ളൊരു റിയലൈസേഷനിലാണ് കറൻ്റ്ലി നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. ഓക്കെ, ലെറ്റ്സ് സീ. എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് ഈ ഒരു ടൈം യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനോട് എന്താണ് ഈ ഒരു ടൈം യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജ് പ്ലീസ്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെയാണ് ഇവിടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് പല കോംപ്രമൈസസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നിങ്ങൾ കറൻ്റ്ലി ഒത്തിരിയധികം ഡിസെപ്ഷൻ്റെ എനർജിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയിലായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളുടെ ഇന്നസെൻസിനെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒത്തിരിയധികം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ എനർജീസ്, അതായത് നിങ്ങളുടെ എനർജീസിനെ പലരും സക്ക് ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. അതായത് നിങ്ങളുടെ എനർജിയെ യൂസ് ചെയ്ത് അവരൊരു അബണ്ടൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. നമ്മൾ പറയത്തില്ലേ പൊന്മുട്ടയിടുന്ന താറാവെന്നൊക്കെ, എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ ഒരു എനർജി ആ ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും ആ ഒരു വ്യക്തിക്ക് അറിയാം. നിങ്ങളെ കാണുന്നത് വെറും ഒരു സീറോ ആയിട്ടാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കറിയാം നിങ്ങളുടെ ഒരു ഊർജം, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പവർ, ആ ഒരു സ്പിരിറ്റിൻ്റെ പവർ എന്താണെന്ന് അവർക്കറിയാം. എന്ന് വെച്ചാൽ അവർ സ്പിരിച്വൽ ആണെന്നല്ല, പക്ഷെ നമുക്കറിയത്തില്ലേ, ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു അബണ്ടൻസ് തന്നെയായിരിക്കും. നമ്മൾ പറയും പൊന്മുട്ട ഇടുന്ന താറാവാണ് അവരെന്ന്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു പൊന്മുട്ട ഇടുന്ന താറാവാണ് കറൻ്റ്ലി നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക്. ശരിക്കും അവർ ടോക്സിക് ആണ്, പക്ഷെ നിങ്ങളുടെ മുന്നിൽ അവർ ചിരിച്ചാണ് ഇരിക്കുന്നുള്ളത്. ശരിക്കും അവർ നിങ്ങളുടെ നല്ലത് കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണമെന്നോ ആഗ്രഹിക്കുന്ന ആളുകളല്ല നിങ്ങളുടെ ചുറ്റുമുള്ളതെന്നാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. ബട്ട് സ്റ്റിൽ എല്ലാം നിങ്ങൾക്കറിയാം. എല്ലാം അറിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ ഒരു ഇന്നസെൻസ് കാരണം കൊണ്ട് നിങ്ങൾ വീണ്ടും ഒരു ഫൂൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അതായത് ഓൾറെഡി എല്ലാം അറിയാൻ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഈസിലി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടില്ല. ലൈക്ക് നിങ്ങളൊരു ഡൗൺ ടു എർത്ത് എനർജി ആയിരിക്കാം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വേണമെങ്കിലും സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാവാം എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. ബിക്കോസ് നിങ്ങൾ ബന്ധങ്ങളെയാണ് നോക്കുന്നുള്ളത്. ഓക്കെ, നിങ്ങളൊരു ബോണ്ടിനെയാണ് നോക്കുന്നത്, നിങ്ങൾ അറ്റാച്ച്മെൻറ്റ്സ് ആണ് നോക്കുന്നുള്ളത്. സോ ഇവരെൻ്റെ പേരൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവരെന്നെ യൂസ് ചെയ്തോട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അല്ലെങ്കിൽ ഇവർ പേരൻസ് അല്ലേ, ജസ്റ്റ് അവർക്ക് തെറ്റ് പറ്റിയതായിരിക്കും, ക്ഷമിച്ചേക്കാം.
അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരല്ലേ, ഇവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, സോ തെറ്റ് പറ്റിയതായിരിക്കാം, എന്നാൽ ക്ഷമിച്ചേക്കാം. നിങ്ങളുടെ ക്ഷമയാണ് ശരിക്കും നിങ്ങളുടെ ഒരു ഫൊർഗീവ്നെസ് എന്നുള്ളൊരു എനർജീനെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒത്തിരി അധികം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. ഓക്കെ, യൂണിവേഴ്സ് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് കറൻ്റ്ലി നിങ്ങൾ എന്ത് ഫേസിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ശരിക്കും നിങ്ങളുടെ സ്പിരിച്വൽ നിങ്ങളുടെ സോളിൽ ഉണ്ടാകുന്ന ഒരു പെയിൻ കൊണ്ട് നിങ്ങളുടെ സോൾ പ്യൂരിഫൈ ആകുന്നുണ്ട്. നിങ്ങൾക്കിവിടെ സ്പിരിച്വൽ എവേക്കനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ആൻഡ് കറൻ്റ്ലി നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു വലിയൊരു ഐഡിയ ഉണ്ട്, എന്താണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്നുള്ളത് എന്നുള്ള രീതിക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ടാകും. മേ ബി അത് റിലീജിയസ് ബേസിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമൽ സ്പിരിച്വാലിറ്റി ആയിരിക്കാം. വാട്ട് എവർ, എന്തായാലും നിങ്ങൾ സ്പിരിച്വൽ ആയിക്കൊണ്ട് വരുന്നുണ്ട്, നിങ്ങൾ ദൈവത്തോട് കൂടുതലായിട്ടും അടുക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള വേദന എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പെയിൻ എന്താണെന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രെയർ ചെയ്യുന്ന ദൈവത്തിന് മാത്രമേ അറിയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരു മനുഷ്യരുമായിട്ട് നിങ്ങൾ ഫുള്ളി നിങ്ങളുടെ ഒരു എനർജീനെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യത്തെ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. ഓക്കെ, ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈമിൽ എൻ്റെ വ്യൂവേഴ്സിനോട്. മേ ബി നിങ്ങളൊരു സോൾ ടു സോൾ കണക്ഷനിലായിരിക്കാം കറൻ്റ്ലി ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ സോൾ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ഇങ്ങനെയുള്ള കണക്ഷൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറൻ്റ്ലി ഒരു കാർമിക് സിറ്റുവേഷനിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. സോ ഇങ്ങനെയുള്ള കണക്ഷൻസ്, അതായത് കറൻ്റ്ലി നിങ്ങൾ ട്വിൻ ഫ്ലെയിമും സോൾമേറ്റ്സും ഒക്കെ അങ്ങനെയുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ബോഡിയും ഒരാത്മാവുമാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ സോള് ഭയങ്കരമായിട്ടും ഈ ഒരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറൻ്റ്ലി ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സോളിൻ്റെ ഇഷ്ടത്തിനല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ലെവലിലല്ല, പ്രാക്ടിക്കൽ ലെവലിലാണ് നിങ്ങളിവിടെ കറൻ്റ്ലി നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഫെമിനിൻ എനർജിയാണ്. നിങ്ങൾ മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും നിങ്ങളൊരു ഫെമിനിൻ എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. ആൻഡ് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരിയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. നിങ്ങൾ എന്തൊരു കാര്യത്തിനെയും എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ കാണുന്നുണ്ട്. കറൻ്റ്ലി നിങ്ങൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഒരു ഇന്നസെൻസ് കൊണ്ട് നിങ്ങൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫെമിനൻ എനർജി കൊണ്ട് നിങ്ങൾ ഒത്തിരി അധികം സഫർ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ കറൻ്റ്ലി ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ സോൾ ജേണിയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയുക, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ, അതായത് നിങ്ങളുടെ സോൾ ഭയങ്കരമായിട്ടും വേറൊരു കണക്ഷനുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കറൻ്റ്ലി നിങ്ങളുടെ ഫാമിലി ആവാം, അല്ല നിങ്ങളുടെ ട്രൂത്ത് അല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അലൈൻമെൻറ്റിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ സോൾ അതിന് അനുവദിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അതെനിക്കിവിടെ കാണുന്നുണ്ട്. ഇത് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സോളോ സ്പിരിച്വൽ ജേണിയോ അല്ല പ്രശ്നം. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നങ്ങൾക്കുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് എന്നുള്ളൊരു എനർജി ഇല്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കാൻ നിങ്ങൾ ഏബിൾ അല്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊരു സിറ്റുവേഷൻസിനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾക്കും അറിയാം അവൻ അല്ലെങ്കിൽ അവൾ എത്രയാണെങ്കിലും സഫർ ചെയ്തോളും, കുഴപ്പമില്ല. അത് എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അത് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. നല്ലത് വേണമെന്നോ ചീത്ത വേണം അങ്ങനത്തെ ഒരു സ്വഭാവമൊന്നുമില്ല. എന്താണെങ്കിലും അങ്ങ് സഫർ ചെയ്തോളും, ഇത്രയൊക്കെ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കുള്ളത്. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ആയിക്കോട്ടെ, ബ്രദർ ആയിക്കോട്ടെ, ഹൂവർ, നിങ്ങളൊരു സോൾ ജേണിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരും കാർമിക്സ് ആണെന്നാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് സോൾമേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷേ സിറ്റുവേഷൻസ് എല്ലാം തന്നെ കാർമിക്കാണ്. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യത്തിനെയും നിങ്ങളുടെ ലൈഫിലുള്ള എന്തോ ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഉള്ളപ്പോഴും നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ളൊരു എനർജിയാണ്. ഇയാളുടെ അടുത്ത് എല്ലാം ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഈ ഒരു വ്യക്തി ബാക്കിലേക്ക് ഈ അവസ്ഥയിലാണ് നിങ്ങൾ കറൻ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സിറ്റുവേഷനാണ് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. മേ ബി അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് വേറെന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ ഒരു ടൈമിൽ നിങ്ങൾ വിലപിടിപ്പെന്ന് കരുതുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കുറവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സോൾ ലെവലിലുണ്ട്. അതും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ എല്ലാത്തിനും അവസാനം നിങ്ങളുടെ 3D ലെവലിൽ നിങ്ങളുടെ ഈ ഒരു ടൈമിലുള്ള നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിലും അവിടെയാണെങ്കിലും മൊത്തം കാർമിക് സിറ്റുവേഷൻസ് ആണ്. അതായത് ഇൻറ്റേർണലിയും ഇഷ്യൂസാണ്, എക്സ്റ്റേണലിയും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അധികം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സോളിൽ ലിറ്ററലി ഒരു അവേക്കനിങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷനിലേക്ക്
വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. സോ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇതാണ്. സോ ഈ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോൾ സ്റ്റാൻഡ് എടുക്കുന്നു ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുന്നുണ്ടാവും. യൂണിവേഴ്സ് പറയുന്ന അതാണ്, നീ നിനക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. ഓക്കെ, നീ ട്രൂലി എന്താണ്, നിനക്ക് എന്താണ്, നിന്റെ സോൾ എന്താണ് ആഗ്രഹം. ഒരിക്കലും മൈൻഡ് യൂസ് ചെയ്യാതിരിക്കുക, സോ ഹാർട്ട് യൂസ് ചെയ്യുക. നിന്റെ ട്രൂ സെൽഫ് എന്താണോ അത് നീ ചൂസ് ചെയ്യുക. അപ്പോൾ നിന്റെ ഈ ഒരു ലൈഫിലുള്ള എൻ്റയർ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ആവുന്നത് നിനക്ക് ഇറ്റ് സെൽഫ് കാണാൻ പറ്റും. ശരിക്കും ഇതെല്ലാം നീ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഇഷ്യൂസാണ്. ജസ്റ്റ് നീ വിചാരിച്ചാൽ തന്നെ നിനക്ക് ഇതിന് വെളിയിൽ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അതാണ് എനിക്കിവിടെ ഈ ഒരു കാർഡ്സിൽ യൂണിവേഴ്സ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഹിറ്റ് ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ഗൈസ്, സീ യു.